ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിപ്പോൾ ആ ഒരു പഴയ അടുപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം പഴയതുപോലെ ആവാത്തത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് മനസ്സിലാവുന്നത്, ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യത്തിനും വളരെയധികം ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രധാന ഡിസിഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കുന്നതിന് മുൻപ് എല്ലാ സൈഡും ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു എടുത്തുചാട്ടമാണോ, അല്ലെങ്കിൽ നാളെ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും നമ്മൾ ചകഞ്ഞ് അന്വേഷിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ നോക്കിയിട്ട് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നൊരു പേഴ്സണാണ്. അതുപോലെ തന്നെ അവർ എപ്പോഴും സേഫായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോബ്ലം വരാത്ത രീതിയിലായിരിക്കും അവരവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്. ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് അതിലേക്ക് വന്ന് വീഴുക, അങ്ങനെ എനർജിയുള്ള ഒരു പേഴ്സണല്ല. അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അതുമാത്രമല്ല, ബന്ധങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു കാര്യം മറയ്ക്കുന്ന പോലെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതൊന്നും സഹിച്ചെന്ന് വരില്ല. കാരണം റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ക്ലാരിറ്റി വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിരിക്കണം എന്ന നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇമോഷണലി ഉള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും ഒക്കെ പ്രധാനമായിട്ട് അവരവരുടെ ഒരു വ്യക്തിത്വം, ആ ഒരു ഇൻറ്റഗ്രിറ്റിക്ക് വില കൊടുക്കുന്ന ആൾക്കാരാണ്. സോ ഇമോഷൻസിനേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഡിസിഷൻസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും അതൊന്നും കാര്യമാക്കാതെ എൻ്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ എൻ്റെ നിലപാട് വിട്ട് ഞാൻ വരില്ല എന്ന് ഉറച്ചൊരു തീരുമാനം എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കർക്കശമായിട്ടുള്ള പേഴ്സൺസിനെ പറയാറുണ്ട്, അതുപോലെ കർക്കശ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, പ്രണയിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം, ആ ഒരു റിലേഷൻഷിപ്പ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും അവരുടെ ലൈഫിൽ ആപ്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് തന്നെയായിരിക്കും. ഇവരൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ പോലും നിസ്സാരമായിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇൻഫാച്വേഷൻ്റെ പുറത്ത് ഒരാളെ ഡിസൈഡ് ചെയ്ത് കൂടെ കൂട്ടുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ നല്ലതുപോലെ ചിന്തിച്ച് ഉറപ്പിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേതും. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. ഈ ഒരു പേഴ്സണെ പോലെ തന്നെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് നല്ല രീതിക്ക് ഉണ്ടാവണം. രണ്ടുപേരും പരസ്പരം തമ്മിൽ ഒരു ഒളിയും മറയാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഏജ് വൈസ് വെച്ച് നോക്കുമ്പോൾ, നിങ്ങൾ ഏത് ഏജ് കാറ്റഗറിയിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു. ഇപ്പോൾ വിവാഹം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എയിം ഉണ്ട്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു വ്യക്തതയുള്ള വ്യക്തികളാണ്. അല്ല ഒരുമിച്ച് ദമ്പതികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് അംബീഷൻസ് ഒക്കെ ഉള്ള പേഴ്സൺസ് ആയിരിക്കണം. ഒരുപാട് കാഴ്ചപ്പാടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. രണ്ടുപേരും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ ചിലവർക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജൊക്കെ വല്ലപ്പോഴും അയക്കുന്ന ഒരു രീതിയിൽ, അതായത് ഒരു ലെസ് കമ്മ്യൂണിക്കേഷനിൽ പോകുന്ന ഒരു ടൈം ആയിരിക്കും. ലെസ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ രണ്ട് അന്യ വ്യക്തികൾ, അല്ലെങ്കിൽ ജസ്റ്റ് രണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണോ വല്ലപ്പോഴും ഒന്ന് മിണ്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് പോവുക, ആ ഒരു രീതിയിലായിരിക്കും. അതായത് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ, ആ ഒരു രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ആവാൻ സാധിച്ചിട്ടില്ല. രണ്ടുപേരും മാനസികമായിട്ട് ഒരുപാട് അകന്നു പോയി എന്ന് രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡിനകത്ത് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുറമേ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ, ഒരു ഇമോഷൻസും നിങ്ങൾ പരസ്പരം എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇത് കാണുന്നത്.
അതായത് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യത്തിൻ്റെയും ഒരു പ്രാക്ടിക്കൽ വശങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈഗോ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവരെ ഒരുപാട് ആലോചിച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇവരാണ് റൈറ്റ്, അല്ലെങ്കിൽ ഇവരുടെ ഡിസിഷൻസ് ആണ് പക്കയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അങ്ങനെ സമ്മതിച്ചു തരില്ല. കാരണം അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാം. കോൺഫിഡൻസ് അല്ല, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണാണ്, എനിക്ക് തെറ്റ് പറ്റില്ല, എൻ്റെ കാൽക്കുലേഷൻസ് ഒരിക്കലും പിഴക്കാറില്ല. ആ ഒരു രീതിയിൽ അവരെ തന്നെ ഒരു ഹൈലി മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിന് താഴെയാണ് മറ്റുള്ളവരെന്ന് ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു പേഴ്സണാണെന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണെ പോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പേഴ്സണൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ ഇവരുടെ പോലെ നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു സട്ടിൽ എനർജി ആയിരിക്കും, അതായത് കുറച്ചും കൂടി നിങ്ങൾ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഈ ഒരു പേഴ്സൻ്റെ അത്രയും ഒരു കടുംപിടുത്തം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾ ഇവരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ഇൻറ്റൻഷനോ കാര്യങ്ങളോ ഒക്കെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നോ, അല്ലെങ്കിൽ ഇവരൊരു ഫ്ലോട്ടിങ് ടൈപ്പ് ഓഫ് എനർജി ഉള്ള പേഴ്സൺ ആണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ വളരെ ഓപ്പണാണ്, അല്ലെങ്കിൽ അവർക്ക് ചില കടുംപിടുത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പിടിവാശികളുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്കായിട്ട് അവരൊരു മോശം പ്രവണതയുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മോശം ഇൻറ്റൻഷനോടെ നടക്കുന്ന ഒരു പേഴ്സണോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു ഫ്ലോട്ടിങ് എനർജി ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ചീറ്റിംഗ് ഒക്കെ ഉള്ള പേഴ്സണാണ്, അങ്ങനെയുള്ള പ്രവണതയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് ആയിട്ടത് കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം നിങ്ങളുമായിട്ടത് റെസണേറ്റ് ചെയ്യില്ല. ഇവിടെയുള്ള ഈ ഒരു പേഴ്സണ് കാര്യം കുറച്ചൊരു ബലം പിടുത്തോ മൊരടത്തരോ ഒക്കെ ഉണ്ട്, അതൊന്നും ഇല്ലയെന്നല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ചീറ്റിംഗ് ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സണോ പർപ്പസ്ഫുള്ളി ആരെങ്കിലും ചതിച്ച് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നതോ ഒരു ഫ്ലോട്ടിംഗ് എനർജിയിലുള്ള ഒരു പേഴ്സണോ ഒന്നുമല്ല. കുറച്ച് ഫ്ലെക്സിബിൾ അല്ല ആളെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു പ്രശ്നക്കാരനോ പ്രശ്നക്കാരിയോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ പോയിരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മറ്റാരോടെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കുന്നതോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുന്നതോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടണമെന്നില്ല. അതിപ്പോൾ ഈവൻ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരെക്കാൾ ഓവറായിട്ടൊരു പ്രാധാന്യം മറ്റാർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്നേഹിക്കുക എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇവർ ചില പൊസസീവ്നെസ്സോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ബെസ്റ്റീസൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കറൻ്റ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഓവറായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് നിങ്ങളോടുണ്ട്, പക്ഷേ അത് അവർ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് അവർ തന്നെ ഒരു മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്, അത് അപ്പുറത്തേക്ക് വരരുത് എന്നുള്ളതുകൊണ്ട്. കാരണം ഇവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. അവർ കൂടുതലായിട്ട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നതാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാൻ, അല്ലെങ്കിൽ ചില ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് മതി, എന്നിട്ട് മാത്രം ഇത് മുന്നോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിയതിന് ശേഷം മാത്രം ഇനി മുന്നോട്ട് പോയാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ അവരുടെ എനർജി പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു നെയ്ബറായിട്ടുള്ളൊരു പേഴ്സണാണ്, നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ടായിരിക്കാം, നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും, ഒരേ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് യാതൊരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്നതായിട്ട് പോലും നടിക്കുന്നുണ്ടാവില്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നതായിട്ട് പോലും അവർ കാണിക്കണമെന്നില്ല. പക്ഷേ അവരല്ലാതെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിനകത്ത് ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഓപ്പണായിട്ട് തന്നെ നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരൊരു ക്ലാരിറ്റി അന്വേഷിക്കുന്നുണ്ടാവാം.
ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സംശയത്തിൻ്റെ കണ്ണിൽ അവർ നോക്കുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മോശമായിട്ട് വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കാം. ആ ഒരു രീതിയിൽ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, അതുപോലെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നല്ല മൊമെൻറ്റ്സ് എല്ലാം അവർ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും എടുത്തു ചാടാൻ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ആലോചിക്കുമ്പോൾ അവരത് ഒന്ന് ബാക്കിലേക്ക് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇനി നല്ലോണം ആലോചിച്ചിട്ട് മതി, എനിക്ക് ഇനി വിഷമിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഇനി പഴയതുപോലെ ഓവറായിട്ട് എടുത്ത് ചാടില്ല, എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് നല്ല ക്ലാരിറ്റിയിൽ മാത്രം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ പോയാൽ മതി എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ ഫൈറ്റോ ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഇവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം, ഇവരുടെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംശയത്തോടു കൂടി നോക്കി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടറിൽ അവർ വിചാരിച്ചതിനേക്കാളും ഒരു ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു മൈൻഡിലുള്ള തോട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ചില ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കള്ളത്തരം ഇവർ നിങ്ങളോട് പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയം കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സണോട് അതേക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക, എൻക്വയറി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് ഇവരോടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവരുടെ മേലിൽ കുറ്റം സ്ഥാപിക്കുന്നത് എന്നുള്ളൊരു ആംഗിളിലായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് തന്നെ ഇടയ്ക്കെങ്കിലും ഒരുപാട് സ്നേഹമാണ് ഇഷ്ടമാണെന്നൊക്കെ കേൾക്കുന്നതിനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ ഒന്ന് ചൊറിഞ്ഞു നോക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് എന്താ എന്നോട് പഴയ സ്നേഹം ഇല്ലേ, എന്ത് പറ്റി ഇപ്പോൾ ഒരു ഭാവമാറ്റം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലല്ല ഒരു പേഴ്സൺ ഉള്ളത്, അവരുടെ കൃത്യമായിട്ടുള്ള തിരക്കുകളോ മറ്റെന്തെങ്കിലും ജോലിഭാരങ്ങളൊക്കെ കൊണ്ടാണ് അവർക്ക് കൂടുതലൊരു അറ്റൻഷനൊന്നും നിങ്ങൾക്ക് തരാൻ സാധിക്കാതെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു എനർജി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ സ്നേഹം തേടി പോകാനാണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ ചിന്തിക്കുന്നതെന്നൊക്കെ ആയിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് എൻ്റെ മേലില്ലാത്ത കുറ്റങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ സ്നേഹം തരാമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി ഒരു ചോയ്സസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അതായത് ചിലപ്പോൾ ഫിഗർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണേക്കാളും കാണാൻ കുറച്ചും കൂടി അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്വാളിറ്റി, നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കാം, ജോബ് വൈസ് ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി ഒരു എനർജറ്റിക്കലി നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതും ഒരു റീസണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നല്ല രീതിയിലുള്ള ഒരു പ്രശ്നം വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ നടന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട്. എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ രണ്ടുപേരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ, ഒരു എന്താ പറയുന്ന ഒരു ഈർഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മൈൻഡിനകത്തുണ്ട്. പക്ഷേ നമ്മളവരുടെ ഒരു ബേസായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളൊരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി ഇതൊരു നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് മതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അവർക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് അറിയാനോ അങ്ങനെയുള്ള എന്തൊക്കെയോ മൈൻഡ് ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ അവരുടെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ പഴയതുപോലെ തന്നെയാണോ, ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് മുന്നോട്ട് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. മേ ബി ഈ ഒരു എനർജിയിൽ വരുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയ ശേഷം ഒന്ന് പരസ്പരം സംസാരിച്ച് തീർക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് മനസ്സിലുള്ളതെന്ന് തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് സംസാരിച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ കാര്യങ്ങളൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി പോയിട്ടുണ്ടാവും. അതായത് എല്ലാം പറഞ്ഞ് ശരിയാക്കാൻ പോയിട്ട് ഒന്നും കൂടി വേഴ്സ് സിറ്റുവേഷനിലേക്കായിട്ട് അടിയായിട്ട് പോന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ ചിലവരും സഞ്ചരിച്ചിട്ടുണ്ടാവാം. അതിനൊക്കെ ശേഷമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലേക്കൊക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ പോയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞു തീർക്കാനൊക്കെ നോക്കിയിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിട്ടുണ്ടാവാം.
അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻറ്റൻഷൻ തന്നെയാണ്. അവർക്ക് ഒരിക്കലും ഒരു ബാഡ് ഇൻറ്റൻഷൻ ഉള്ള പേഴ്സൺ അല്ല. റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. റിലേഷൻഷിപ്പ് നേരത്തെ എന്തായിരുന്നോ ആ ഒരു രീതിയിലേക്ക് മടങ്ങി പോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അവരതിന് വേണ്ടിയിട്ട് എടുത്തു ചാടി തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അല്ലെങ്കിൽ ചാടി വന്നൊന്ന് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോയേക്കാം എന്ന് ചിന്തിക്കുന്നില്ല. എല്ലാം ആലോചിച്ച് മതി. അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ഈ ഒരു വിഷയത്തെ കാണുന്നുണ്ട്. അവരുടെ മൈൻഡിൽ ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ അവർ സഹിക്കാൻ റെഡിയാണ്. കാരണം അവർക്ക് എല്ലാം എന്താ പറയുക, ഇനിയൊരു തെറ്റിദ്ധാരണയോ വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റീയൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തീർത്ത് വളരെ ക്ലാരിറ്റി ആയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. അതിന് ടൈം എടുക്കണമെങ്കിൽ എടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ വെയിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സൺ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നല്ല രീതിയിലുള്ള വ്യക്തിയാണ്. അവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് കടുംപിടുത്തവും പിടിവാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ നിങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും ഈഗോയും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. രണ്ടു പേർക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ രണ്ടുപേരും സംസാരിച്ച് തീർക്കാൻ മുതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ബന്ധമാണ്. കാരണം ഇന്നത്തെ കാലത്ത് പല റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. എത്ര സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാലും ചീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ച് കളയുന്ന ഒരു എനർജി. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് ഇങ്ങനെയുള്ളൊരു പേഴ്സൺ. അല്ലെങ്കിൽ അവരുടെ ചില കാഴ്ചപ്പാട്, ആളത്ര ഫ്ലെക്സിബിളോ കാര്യങ്ങളോ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ചതിച്ചിട്ട് പോവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. കാരണം മാനസികമായിട്ട് നോക്കുമ്പോൾ രണ്ടുപേരുടെ മനസ്സിനകത്ത് സ്നേഹമുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചില വാക്ക് തർക്കങ്ങൾ, ഈഗോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രണ്ടു പേർക്കും എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കാനും അത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാനും രണ്ടുപേരും റെഡിയാണെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു എനർജിയായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിയില്ല. എങ്കിലും നമുക്കിവിടെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, സിറ്റുവേഷനൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കും നിങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ക്ലൂസിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയാണ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ മൈൻഡിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കും അതുപോലെ തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക നിങ്ങളുടെ റീകൺസിലിയേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.